ശരിക്കുവേ ഗായത്രി ചേച്ചി തന്നെയാണോന്ന് വിശ്വസിച്ചു പോവും. അതേ ശബ്ദമാധുരി, അതേ ആഠ്യത്വം. ഒരു നിമിഷം എന്റെ സ്ഥലകാല ബോധം പോലും നഷ്ടപ്പെട്ടു പോയി. പറഞ്ഞു കേട്ട അറിവും ഫോട്ടോയിൽ കണ്ട രൂപവും മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ ചെറിയമ്മ പറഞ്ഞതുപോലെ നമ്മുടെ പഴയ പാർവതിയൊന്നും ആയിരുന്നില്ലത്. വരുന്നുണ്ട്. രണ്ടുപേർക്കും നല്ല ക്ഷീണം കാണും. പാർവതി ഗായത്രിയെ ചാക്കാൻ കഠിനാധ്വാനം ചെയ്തതല്ലേ? എന്തൊക്കെ പുകിലായിരുന്നു. വേഷം കെട്ടിക്കുന്നു, പാട്ട് പാടിക്കുന്നു, ഒരു തിരുവാതിരയും കൂടി ആകായിരുന്നു. പ്രതാപ, ആവശ്യമില്ലാത്ത വർത്താനവും പറഞ്ഞോണ്ട് എന്റെ അടുത്തോട്ട് വരരുതെന്ന് നിന്നോട് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ആഹാരം കഴിക്കാനാണ് വന്നതെങ്കിലേ വല്ലതും എടുത്തുവെച്ച് കഴിച്ച് വെള്ളം കുടിച്ചിട്ട് പോവാൻ നോക്ക്. അതിന് അനാവശ്യമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ കണ്ട കെട്ടുകാഴ്ചകളെ കുറിച്ച് 2 വർത്തമാനം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ആഹാരം കഴിക്കുന്ന കാര്യം പറഞ്ഞാല് ധ്വനി എനിക്ക് മനസ്സിലായി. ഞാൻ തിന്നാൻ വേണ്ടി വലിഞ്ഞു കയറി വന്നവനാണെന്ന് വല്ല ധാരണയും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേര്. ഇതെന്റെ അളിയന്റെ വീടാ. രാധയ്ക്കില്ലാത്ത സ്വാതന്ത്ര്യം കൂടി എനിക്കിവിടെ ഉണ്ട്. ആ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുന്ന കാര്യമാ ചെറിയമ്മ പറഞ്ഞത്. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രധാന സൂത്രധാരനെ അങ്കിളാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അത് മനസ്സിലാക്കിയിട്ടും ഇവിടെ നടിച്ചിറക്കാത്തതേ ഞങ്ങളുടെ ഒരു ഔദാര്യമാ. സോറി, ഞങ്ങളുടെ അല്ല, പാർവതിയുടെ ഔദാര്യം. അത് മറക്കണ്ട. എടീ, ഈ പ്രതാപൻ ഒന്നും അത്ര പെട്ടെന്ന് മറക്കുന്നവനല്ല. ആഗ്രഹിച്ചത് നേടാത്തവനുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഇനി അധികം ദിവസം വേണ്ടി വരില്ല. നീ എന്താ പ്രതാപ, നീ ഭീഷണിപ്പെടുത്താണോ? എടാ, നീയും നിന്റെ പെങ്ങളും കൂടെ എന്തൊക്കെ കളി കളിച്ചാലും പാർവതി ഇവിടുന്ന് ഇറക്കി വിടാന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അങ്കിളും അമ്മയെ ഡിവൈഎസ്പിയെ സ്വാധീനിച്ച് പാർവതി അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് സംഭവിച്ചു? ഡിവൈഎസ്പിക്ക് മുകളിലും ഒരുപാട് സാറന്മാരുണ്ട്. അവരെ കാര്യങ്ങൾ ധരിപ്പിച്ച് പാർവതി ഒരു നീക്കം നടത്തിയ അവൾ ഇറങ്ങി വന്നതുപോലെ അത്ര പെട്ടെന്നൊന്നും ഇറങ്ങി വരാൻ കഴിയില്ല. അത്രയ്ക്ക് ദ്രോഹമാ രണ്ടുപേരും കൂടി ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഏതായാലും കിടന്നുറങ്ങുമ്പോ ഈ ബെഡും എസിയും ഒക്കെ ഒഴിവാക്കി പരിശീലിക്കുന്നത് നല്ലതാ. ജയിലിൽ അതൊന്നും ഇല്ലല്ലോ. പോലീസും ജയിലും ഒന്നും ഈ പ്രതാപൻ ഒരു പുത്രിയല്ല. ഇനിയും അങ്ങോട്ട് പോവാൻ എനിക്കൊരു മടിയുമില്ല. പക്ഷെ ഞാൻ പോകുന്നത് എനിക്കെതിരായിട്ടുള്ളവരെ ഇല്ലാതാക്കിയിട്ട് തന്നെ ആയിരിക്കും. നീ അത് ഓർത്തോ. രാവിലെ ഒന്ന് വരട്ടാന്ന് കരുതി വന്നതാ. പുലിയെ പോലെ വന്നവൻ എലിയെ പോലെ പോയി. അവനെ ആ പ്രഭാവതി ഇളക്കി വിട്ടതാവും. കൂട്ടത്തിലിപ്പോ സുശീലയും കൂടെ തിരിച്ചു വന്നതുകൊണ്ട് അവർക്കിപ്പോ കുറച്ചുകൂടെ ധൈര്യം വന്നിട്ടുണ്ട്. അത് ശരിയാ. സുശീല ആന്റിക്ക് ഇപ്പോഴും ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട്. എന്താ പാറു, ഞാൻ വന്നത് കണ്ടിട്ടും കണ്ടില്ല എന്നൊരു ഭാവം. എന്നോട് പിണക്കാണോ? പിണങ്ങാനും പിണങ്ങാനും ഞാനാരാ? എന്നോട് പിണങ്ങാനല്ലേ എല്ലാവർക്കും താല്പര്യം. എനിക്ക് പാറുവിനോട് ഒരു പിണക്കവും ഇല്ല. പക്ഷെ പാറുവിന് എന്നോടുള്ള പിണക്കത്തിന്റെ കാരണം എനിക്കറിയാം.
കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. അതല്ലേ? ഉം. സത്യ, അന്ന് കല്യാണ മണ്ഡപത്തിൽ നിന്ന് മുങ്ങിയതല്ലേ നീ? എവിടെ ആയിരുന്നു ഇത്രയും ദിവസം? നീ ഉദയന്നൂർ പോയിരുന്നോ? പാറ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ ഉദയന്നൂരിലേക്ക് പോയിട്ടേ ഇല്ല. കഥ നടക്കുന്നത് ഇവിടെയല്ലേ? കഥയോ? എന്ത് കഥ? പാർവതി എന്ന എന്റെ പാറുവിന്റെ ജീവിതകഥ. ഇതാണോ മണിക്കുട്ട ജീവിതം? എല്ലാവരാലും വെറുക്കപ്പെട്ട് ഒറ്റയ്ക്കിരുന്ന് കരയാൻ മാത്രം വിധിക്കപ്പെട്ടൊരു ജന്മം. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാ. നമ്മുടെ മുൻപിൽ സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോ മറ്റൊരു വാതിൽ നമുക്കായി തുറക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കാണുന്നില്ല. കാരണം ആ അടഞ്ഞ വാതിലിലേക്ക് മാത്രം നമ്മൾ നോക്കി നിൽക്കുന്നു. ഇവിടെ ഇപ്പോ അതുപോലെ ഒരു വാതിൽ പാറുവിന്റെ മുന്നിലും തുറക്കപ്പെട്ടില്ലേ? നീ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്റെ പാറു, ഗായത്രി അമ്മയെ പോലെ ആയിരിക്കണം പാറുന്ന് ഗോപി സാർ പറഞ്ഞില്ലേ? അതോടെ പാറുവിന്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. അത് വേണ്ട വിധം വിനിയോഗിക്കുകയാണ് വേണ്ടത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് മണിക്കുട്ടൻ പറയുന്നേ? ഇന്ന് ചെയ്തത് തന്നെ ആവർത്തിക്കുക. ഒരു കാരണവശാലും പഴയ പാർവതിയായി മാറരുത്. ചെങ്കോലും കിരീടവും സിംഹാസനവും ഇല്ലാന്നേ ഉള്ളൂ. ഒരു ഭരണാധികാരിക്ക് വേണ്ട എല്ലാ ചുറ്റുപാടുകളും ഇപ്പൊ പാറുവിന് അനുകൂലമാണ്. ഒരു മിനുസം പോലും അതിന് കോട്ടമുണ്ടാവാതെ ശ്രദ്ധിക്കണം. അതിന് ഇന്ന് ഞാൻ എന്ത് ചെയ്തെന്ന മണിക്കുട്ടൻ പറയുന്നേ? ഞാൻ വെളുപ്പിനെ തന്നെ തോട്ടുവയ്ക്കലെ തൈത്തങ്ങി പോയിരുന്ന് കാറ്റുകൊണ്ടു. തിരിച്ചു വരുമ്പോ തുളസിത്തറയുടെ മുൻപിൽ ഉദയന്നൂർ ദേവി നിൽക്കുന്നു. ഉദയന്നൂർ ദേവിയോ? ആ, ഞാൻ അങ്ങനെയാ ആദ്യം കരുതിയത്. സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ അത് പാറുവാണെന്ന് മനസ്സിലായത്. എന്നെ കളിയാക്കിയതല്ലേ? വിശാൽ സാറിനെ പോലെ നീയും ഇപ്പൊ എന്നെ കളിയാക്കാൻ തുടങ്ങിയല്ലേ? സത്യമായിട്ടും കളിയാക്കിയതല്ല പാറു. ഗായത്രി അമ്മയുടെ വസ്ത്രവും ആഭരണങ്ങളും അണിഞ്ഞു നിൽക്കുന്ന പാറുവിനെ കാണാൻ നല്ല ചന്തവും ഐശ്വര്യവും ഉണ്ടായിരുന്നു. ആരുടെയെങ്കിലും കണ്ണ് തട്ടുമെന്നായിരുന്നു എന്റെ പേടി. ദേവമ്മയുടെ സാരിയും ആഭരണങ്ങളും ഒക്കെ ഇട്ട് നടക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു മണിക്കുട്ട. അതൊന്ന് തൊടാനുള്ള യോഗ്യത പോലും എനിക്കില്ല. അച്ഛന്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞോണ്ടാ പിന്നെ വിശാൽ സാറ് നിർബന്ധിച്ചു. എന്നെ കുറിച്ച് എന്തായി പറയുന്നത്? പരദൂഷണമാണോ മണിക്കുട്ട? പരദൂഷണമൊന്നുമല്ല വിശാൽ സാറേ. പാറു വിഷമം പറഞ്ഞതാ. വിഷമോ? എന്റെ പാറുവിന് എന്ത് വിഷമാ ഉള്ളത്? ഞാനതേ ഇപ്പൊ തന്നെ തീർത്തു കൊടുത്തേക്കാം. പാറുവിന് കുറേ വിഷമങ്ങളുണ്ട്. വിശാൽ സാർ എപ്പോഴും പാറുവിന്റെ അടുത്തേക്ക് വരുന്നില്ല എന്നതാണ് ആദ്യത്തേത്. മണിക്കുട്ട, നിന്നോട് ഞാൻ എപ്പോഴാ അങ്ങനെ പറഞ്ഞത്? ഇതാ, എന്നാലേ ഞാൻ അടുത്ത് വന്ന് നിന്നിരിക്കുന്നു. ഇനി നീ പോവാൻ പറഞ്ഞാലും ഞാൻ പോവില്ല. നിന്റെ വിഷമം തീരട്ടെ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വിശാൽ സാർ. ദേ, ഈ മണിക്കുട്ടൻ കള്ളം പറയുന്നതാ. അല്ല, പറഞ്ഞു. ആ മണിക്കുട്ട, നിന്റെ പാറുവിന് വേറെന്ത് വിഷമമുള്ളത്? അത് പറയാൻ എനിക്ക് നാണാ. അല്ല, നാണിക്കാതെ പറ മണിക്കുട്ട, എന്താ അത്? വിശാൽ സാറ് പാറുവിനെ കെട്ടിപ്പിടിക്കാത്തത്. ഈശ്വരാ, ഈ മണിക്കൂറിന് എന്തൊക്കെയാ പറയുന്നേ? ദേ, അനാവശ്യം പറഞ്ഞ ഞാൻ നിന്നോട് മിണ്ടില്ല കേട്ടോ മണി. വിശാൽ സാറേ, ഈ മണിക്കുട്ടൻ വെറുതെ പറയണതാ. ആണോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇനിയിപ്പോ നിനക്ക് അങ്ങനെ ഒരു വിഷമമുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അങ്ങ് തീർത്തേക്ക. അയ്യോ, വേണ്ട കേട്ടോ. മണിക്കൂറിന് നല്ല ആട്ടി വെച്ച് തരൂ കേട്ടോ.
ശരി, സമ്മതിച്ചു. മണിക്കുട്ടൻ കള്ളം പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു പരാതിയില്ലേ? നിന്റെ പരാതി തീർക്കാൻ എന്റെ ഹൃദയം തന്നെ നിന്റെ കൈകളിൽ തരാം, പോരെ? വിശാൽ സാറിന്റെ ഹൃദയം എനിക്ക് തരാനോ? അതെങ്ങനെ? ദാ ഇങ്ങനെ. ഇതേ എന്റെ ഹൃദയം. വിശ്വാസമാവുന്നില്ലെങ്കിലേ ഇത് കാതിൽ ചേർത്ത് വെച്ച് ശ്രദ്ധിക്കാം. എന്റെ ഹൃദയമിടിപ്പ് കേൾക്കാം. ശരിക്കും? ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഇത് ഡബ് ഡബ് അതെങ്ങനെ? ഡബ് ഡബ് എന്നല്ല, ലവ് 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 എന്ന ഹൃദയടുപ്പിന്റെ ശബ്ദമല്ലേ ഈ കേൾക്കുന്നത്? പിന്നെ നീയേ ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കിയേ. പാർവതി പാർവതി എന്നാ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഡോക്ടർ റെക്കോർഡ് ചെയ്ത് തന്നതാ, ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ എനിക്ക് പോവാല്ലോ. ഇന്ന് രണ്ടാമത് ചെയ്ത സ്കാനിംഗ് റിപ്പോർട്ട് നാളെ കിട്ടൂ. അത് ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. ഡോക്ടർ, അച്ഛാ ഒരു മിനിറ്റ്. എനിക്ക് ഡോക്ടറോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. എന്താ വിശാൽ? ഞാൻ പറയാൻ പോകുന്നത് പ്രാക്ടിക്കൽ ആവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നോ പ്രോബ്ലം, ടെൽ മീ. എനിക്കെന്റെ ഹാർട്ട് ബീറ്റിന്റെ ശബ്ദം ഒന്ന് റെക്കോർഡ് ചെയ്ത് കിട്ടാൻ എന്താ വഴി? അത്രേ ഉള്ളൂ. അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ കേൾക്കണമെങ്കിൽ സ്റ്റെപ്പ് ഉപയോഗിച്ചാൽ മതി. നോ നോ നോ, നോട്ട് നൗ. ശരി, ഓക്കെ. വിശാൽ സാർ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിലെന്ന് തോന്നുമ്പോ ഇതെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചാ മതി. എനിക്ക് നാണം വരുന്നു, ഞാൻ പോവാ. എന്തൊരു ഭാരം ഇതിന്. അവളുടെ വീട്ടിലെ ചട്ടിയും കലവും ഒക്കെ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഗായത്രി വില്ലയിൽ സ്ഥിരതാമസത്തിന് വന്നതല്ലേ? കണ്ണി കണ്ടതൊക്കെ വാരിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ആഹാ, കൊള്ളാം. ഇപ്പോഴേലും നിനക്ക് ബുദ്ധി ഉദിച്ചല്ലോ. നല്ല തീരുമാനം ഇത്. ഏത്? മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. നീ ഈ വീട്ടിലെ പൊറുതി മതിയാക്കി തിരിച്ചു പോകാൻ എടുത്ത തീരുമാനം അസലായിട്ടുണ്ട്. പെൺകുട്ടികളായി ഇങ്ങനെ വേണം, തിരിച്ചറിവുണ്ടാവണം. ആ ആഗ്രഹമൊക്കെ മനസ്സിൽ വെച്ചാ മതി. നിങ്ങളുടെയൊക്കെ കുൽസിത പ്രവൃത്തിക്കെതിരെ പൊരുതുന്നതിന് തീർച്ചയായും ഈ ഗാർഗി ഇവിടെ തന്നെ ഉണ്ടാവും. അടിച്ചിറക്കിയാലും ഞാൻ പോവില്ല. അങ്ങനെ ഒരു തിരിച്ചറിവേ അങ്കിളിനും വേണം. ഈ ലഗേജൊക്കെ ജാസ്മിന്റെ. ജാസ്മിന്റെ ലഗേജ് എന്തിനാ എവിടെ കൊണ്ടുവന്ന് വെച്ചത്? ആര് കൊണ്ടുവച്ചതാ? ഞാൻ തന്നെ. ശരിക്കും പറഞ്ഞാ ഇവിടെ അല്ല കൊണ്ടുവെക്കേണ്ടത്, ഔട്ട് ഹൗസിലാ കൊണ്ടുവെക്കേണ്ടത്. അതിനെനിക്ക് സൗകര്യമില്ല. ആവശ്യക്കാരെ എടുത്തോണ്ട് വെച്ചാ മതി. ഔട്ട് ഹൗസിലോ? അതെ, ഔട്ട് ഹൗസിൽ. ഇന്നു മുതൽ ജാസ്മിന്റെ താമസം അവിടെയല്ലേ?
അത് നീയാണോ തീരുമാനിക്കുന്നത്? ആരെവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കാനേ തല മുതിർന്നവരുണ്ട് ഇവിടെ. വെറുതെ ആളാവാൻ നോക്കണ്ട ഗാർഗി. ഞാൻ ആളാവാൻ നോക്കിയതൊന്നും അല്ലമ്മേ. ആ എഗ്രിമെന്റ് പ്രകാരം ഇന്നു മുതൽ ഇവളുടെ താമസം ഔട്ട് ഹൗസിലും പാർവതിയുടെ താമസം ഇത്രയും ദിവസം ഇവള് താമസിച്ചിരുന്ന റൂമിലും ആയിരിക്കും. ഔട്ട് ഹൗസിൽ താമസിച്ചോളാന്ന് പറഞ്ഞല്ലോ ആന്റി ജാസ്മിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എന്റെ അനിയത്തിയെ ഞാൻ ഇവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അതെ, എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് മുൻപ് ആലോചിക്കണമായിരുന്നു. എന്ത് ദുഷ്ടത്തരം ചെയ്തിട്ടാണെങ്കിലും ഈ കളിയിൽ ജയിക്കാൻ കഴിയുന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം കണ്ണുടച്ചങ്ങ് അംഗീകരിച്ചു. മോളെ ജാസ്മിൻ, മുകളില് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. അങ്ങേര് ഭയങ്കര കണിശക്കാരനാ. ന്യായത്തിന്റെ ഭാഗത്തേ നിൽക്കൂ. അതുകൊണ്ട് പൊന്നു മോളെ, നീ ഇതൊക്കെ എടുത്തോണ്ട് സ്ഥലം കാലിയാക്കും. വേഷ്, ഇത് കേട്ടിട്ട് നീ എന്തോന്ന് മിണ്ടാ നിൽക്കുന്നേ? നിന്റെ വുഡ്ബിയോടാ ഇവൾ ഔട്ട് ഹൗസിൽ പോയി താമസിക്കാൻ പറയുന്നേ. ഇറ്റ്സ് ഷെയിം ഓൺ യു. ഞാൻ പറഞ്ഞില്ല ആന്റി, ആ എഗ്രിമെന്റിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ലെന്ന്. പിന്നെ അതിൽ എഴുതിയിരിക്കുന്നത് കണ്ട് അംഗീകരിച്ച് സൈൻ ചെയ്തിട്ട് ഇപ്പോ ഉടക്ക് വർത്താനം പറയുന്നത് മര്യാദകേടാ. That's shame on you. ജാസ്മിൻ ഔട്ട് ഹൗസിലേക്ക് താമസം മാറണമെന്നാണോ നീ പറയുന്നേ? ഇല്ലെങ്കിൽ ആ പേപ്പറിൽ അമ്മ ഇട്ടുകൊടുത്ത സിഗ്നേച്ചറിന് ഒരു വിലയില്ലാതാവില്ലേ? അപ്പോ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് മോളെ വേഗം സ്ഥലം കാലിയാക്കും. എന്താ മടിച്ചു നിൽക്കുന്നേ? വിധി പറഞ്ഞു കഴിഞ്ഞു. ഹൈക്കോടതിയിൽ അപ്പീല് തള്ളിയ സുപ്രീം കോടതിയിൽ പോവാലോ. ഈ കാര്യത്തിൽ പാർവതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പാർവതി സമ്മതിച്ച നിനക്ക് നിലവിലുള്ള സ്ഥിതി തുടരാം. എന്നുവെച്ചാ ആ റൂമിൽ തന്നെ നിനക്ക് താമസിക്കാന്ന്. പക്ഷേ എന്നെ ആ റൂമിൽ തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് നീ പാർവതിയോട് റിക്വസ്റ്റ് ചെയ്യണം. ഓ, എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ താമസിക്കാൻ ജാസ്മിന് പാർവതിയുടെ പെർമിഷൻ വേണ്ടി വരുമെന്നാ ഇവള് പറഞ്ഞു വരുന്നത്. അവിടെ ചേച്ചിക്കും തെറ്റി. പെർമിഷൻ വേണമെന്നല്ല, ജാസ്മിൻ പാർവതിയുടെ കാല് പിടിക്കണമെന്നാ ഗാർഗി പറഞ്ഞതിന്റെ അർത്ഥം. ഞാനും അത് തന്നെയാ ഉദ്ദേശിച്ചത്. വിശാൽ, നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ജാസ്മിൻ. അവൾക്കൊരു മാനക്കേടും വരാതെ നോക്കേണ്ടത് നിന്റെ കടമയാ. ഞാൻ ആ റൂമിൽ താമസിച്ചോട്ടെ പാർവതി എന്ന് ചോദിക്കുന്നത് അത്ര വലിയ മാനക്കേടാണോ അമ്മേ? ആവശ്യക്കാർക്ക് ഔചിത്യമില്ലാന്നല്ലേ? ചുമ്മാ ചോദിക്കണം.